ഹലോ എവരിവൺ. ഇന്ന് ഞാൻ SSLC പബ്ലിക് സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിലെ പാർട്ട് 1 ആണ് ഈ വീഡിയോ. ഇൻഷാല്ലാ പാർട്ട് 2 ഉടനെ ഇറങ്ങുന്നതാണ്. നമുക്ക് ആദ്യം മലയാളം ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സമയം 2.5 മണിക്കൂറാണ്. ടോട്ടൽ സ്കോർ 80 ആണ്. നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കുന്നതിനും ഉത്തരം ആസൂത്രണം ചെയ്യുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ നിർദ്ദേശം, പാർട്ട് എയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. പാർട്ട് ബിയിലെ ഓരോ ചോദ്യ നമ്പറിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ. ഇന്ന് ഞാൻ പാർട്ട് എയിലെ എല്ലാ ചോദ്യങ്ങളും അതുപോലെ പാർട്ട് ബിയിലെ കുറച്ച് ചോദ്യങ്ങളും മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് പാർട്ട് എയിലെ ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം മലയാളം മീഡിയത്തിലെ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ശേഷം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും ഉയരം കൂടിയ ഹിമാലയ പർവ്വതനിര? ലഡാക്ക്, ഹിമാചൽ, സിവാലിക്, ഹിമാദ്രി. ഉത്തരം ഡി, ഹിമാദ്രി. രണ്ടാമത്തെ ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകന്റെ പേരെഴുതുക. ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അരുണ അസഫ് അലി. ഉത്തരം ബി, സുഭാഷ് ചന്ദ്രബോസ്. മൂന്നാമത്തെ ചോദ്യം, ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര്? ലോകായുക്ത, ഓംബുഡ്സ്മാൻ, ലോക്പാൽ, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ആൻസർ ലോക്പാൽ. ഉത്തരം സി. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ആൻസർ ഫസ്റ്റ് വൺ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അഞ്ചാമത്തെ ചോദ്യം, സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വം ഉള്ള ബാങ്കുകൾ? വികസന ബാങ്കുകൾ, മഹിളാ ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ. ആൻസർ ഈസ് ലാസ്റ്റ് വൺ, സഹകരണ ബാങ്കുകൾ. ഇനി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യപേപ്പർ നോക്കാം. ഫസ്റ്റ് വൺ, ദ ഹയസ്റ്റ് റേഞ്ച് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്? ആൻസർ ഹിമാദ്രി. സെക്കൻഡ്, നെയിം ദ ഫൗണ്ടർ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി? ഫോർവേഡ് ബ്ലോക്ക്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. തേർഡ് വൺ, name the institution constituted at the national level to prevent corruption at administrative, bureaucratic and political levels? Answer is Lokpal. And fourth, the first public sector iron and steel plant in India? Answer A, Indian Iron and Steel Company. And fifth question, cooperation, self-help and mutual help are the working principles of development banks, Mahila banks, payment banks, cooperative banks. Answer is D, cooperative banks. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി പട്ടിക ക്രമപ്പെടുത്തുക. എ, GP പിള്ള, ഡോക്ടർ പൽപ്പു, സി കേശവൻ, മന്നത്ത് പത്മനാഭൻ. ബി, സവർണജാഥ, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ആൻസർ GP പിള്ള, മലയാളി മെമ്മോറിയൽ, ഡോക്ടർ പൽപ്പു, ഈഴവ മെമ്മോറിയൽ, സി കേശവൻ, നിവർത്തന പ്രക്ഷോഭം, മന്നത്ത് പത്മനാഭൻ, സവർണജാഥ. Link column A with appropriate item from column B. A, GP Pillai, Dr. Palpu, C. Keshavan, Mannat Padmanabhan. Answer
GP പിള്ളൈ മലയാളി മെമ്മോറിയൽ, ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ, C കേശവൻ നിവർത്തന പ്രക്ഷോഭം, മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏഴാമത്തെ ചോദ്യം, മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൾഡ് വെതർ സീസൺ ഇൻ ഇന്ത്യ. ഉത്തരം, സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഈ കാലത്ത് കനത്ത മൂടൽമഞ്ഞും ഹിമാലയൻ താഴ്വരയിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാകാറുണ്ട്. പകൽ മിതമായ ചൂടും രാത്രി തണുപ്പും അനുഭവപ്പെടുന്നു. ഉത്തര സമതല പ്രദേശങ്ങളിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്ന പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഈ കാലത്താണ് ഉണ്ടാകുന്നത്. ആൻസർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇന്ത്യ experiences winter when the position of the sun is over the southern hemisphere. Most places in India experience intense fog and snowfall occurs in the valleys of the Himalayas during this season. During the cold weather season, days are generally warm and nights are severely cold in North India. Snowfall is a common phenomenon in the hill stations like Manali and Shimla. The phenomenon called western disturbance is another peculiarity of the season. This causes winter rainfall in the northern plains, especially in the Punjab region. This rain is much beneficial for the winter crops. എട്ടാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രാധാന്യം വ്യക്തമാക്കുക. എലിസബത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഉത്തരം, വിവരാവകാശ നിയമം രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു, അഴിമതി നിയന്ത്രിക്കുന്നു, ഉദ്യോഗസ്ഥരിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു, പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ലഭ്യമാക്കാൻ ഈ നിയമത്തിലൂടെ കഴിയുന്നു. ആൻസർ ഈസ്, the efforts of Mazdoor Kisan Shakti Sanghadan of Rajasthan has led to the legislation of Right to Information Act. The interventions of several organizations and social activists also helped the passing of the Right to Information Act 2005. This ensures the right of all citizens of India to receive information. The main objectives of this act are to prevent corruption, create responsibility, and make the functioning of the government transparent. The citizens will get copies of public documents if they apply for them. Information commissions are constituted at the national and state levels. Chief Information Commissioner and not more than 10 members if the authorities do not give or refuse to give the information or give wrong and unsatisfactory replies. One can approach the Information Commission and can file an appeal. If the commission is convinced, a fine of ₹250 per day can be imposed on the employee concerned till the information is given. ഒമ്പതാമത്തെ ചോദ്യം, സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. Write a note on the importance of the study of sociology. ഉത്തരം, സമൂഹത്തെക്കുറിച്ച് ശരിയായ ധാരണ രൂപീകരിക്കുന്നു. സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയുന്നതിന്, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന്, സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്, വ്യക്തിയും
സമൂഹവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നതിന്. ആൻസർ helps to formulate the right perspective of society, helps to get an objective knowledge of one's society and other societies, helps to know the relation between the individual and the social institutions, studies social problems precisely, helps to find solution for social problems, benefits social planning and development. ഒരു പോയിന്റും കൂടെ ഉണ്ട്. പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ബൈ കണ്ടക്ടിങ് സ്റ്റഡീസ് ഓൺ ദ ബാക്ക്വേർഡ് സെക്ഷൻസ്, ദ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് പീപ്പിൾ ഹു ഹാവ് ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്രഷൻ. 10ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ കൽക്കരി ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് on coal production in India. ഉത്തരം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്, പ്രധാന വ്യാവസായിക ഇന്ധനം ബിറ്റുമിനസ് കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. നെയ്വേലിയിൽ ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ. ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി, കാരണം 3 മാർക്കാണ് ഇതിനുള്ളത്. ആൻസർ കോൾ ഈസ് ദ മേജർ സോഴ്സ് ഓഫ് thermal power in India. Coal is a major industrial fuel. Most of the coal found in India is of medium grade of bituminous type. West Bengal, Jharkhand, Odisha and Chhattisgarh are the producing states. The largest coal field in India is Jharia in Jharkhand. The less energy efficient coal, namely lignite, is found in Neyveli in Tamil Nadu. 11ാമത്തെ ചോദ്യം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? What are the functions of the Reserve Bank of India? ഉത്തരം. നോട്ട് അച്ചടിച്ചിറക്കൽ. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു. 2. വായ്പ നിയന്ത്രിക്കൽ. പലിശ നിരക്കിൽ മാറ്റം വരുത്തി പലിശ നിയന്ത്രിക്കുന്നു. 3. സർക്കാരിൻ്റെ ബാങ്ക്. സർക്കാരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പ നൽകുന്നു, മറ്റ് ബാങ്ക് സേവനങ്ങൾ നൽകുന്നു. 4. ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നു. Answer. First one, printing of currency. Second one, controlling credit. Third one, banker to government. Fourth, bankers bank. 12ാമത്തെ ചോദ്യം. ഗാന്ധിജി ഇടപെട്ട ചമ്പാരൻ, ഖേഡ സത്യാഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. Explain the Champaran and Gheda satyagrahas involved by Gandhiji. ഉത്തരം. ചമ്പാരൻ സത്യാഗ്രഹം സഹനസമരം, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഉപയോഗിച്ചുകൊണ്ട് നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കി. തുടർന്ന് പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ, വൈദ്യസഹായം തുടങ്ങിയവയിൽ ഏർപ്പെട്ടു. സെക്കൻഡ്, ഖേഡ സത്യാഗ്രഹം. നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായി ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായി കർഷകർക്ക് ബ്രിട്ടീഷ് സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. ആൻസർ ഈസ് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. In Champaran, Gandhiji resorted to disobedience of the British rules and satyagraha, and his involvement compelled the authorities to pass laws in favor of the indigo farmers. After his struggle in Champaran, Gandhiji worked for the progress of Champaran region by establishing primary schools, initiation medical aids, and involving in cleaning. Second one, peasant struggle in Kheda. Due to drought,
and crop farmers in Kheda were living in utter misery. The rulers decided to collect tax from these poor villagers. Starting Satyagraha in Gandhiji protested against the decision. He advised people not to pay tax. Consequently, the authorities were forced to reduce tax rates. 13-ാമത്തെ ചോദ്യം, ബജറ്റ് എന്നാൽ എന്ത്? 3 തരം ബജറ്റുകൾ വിശദമാക്കുക. What is budget? Explain 3 types of budgets. ഉത്തരം, ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ബജറ്റ് 3 തരമുണ്ട്. 1. സന്തുലിത ബജറ്റ്, വരുമാനവും ചെലവും തുല്യം. 2. മിച്ച ബജറ്റ്, വരുമാനത്തേക്കാൾ ചെലവ് കുറവ്. 3. കമ്മി ബജറ്റ്, വരുമാനത്തേക്കാൾ ചെലവ് കൂടുതൽ. Answer is, budget is the financial statement showing the expected income and expenditure of the government during a financial year. In India, financial year is from April 1 to March 31. Balanced budget, when income and expenditure are equal. Income equal to expenditure. Second one, surplus budget, when income is more than expenditure, income greater than expenditure. Third one, deficit budget, when expenditure is more than income, income less than expenditure. 14-ാമത്തെ ചോദ്യം, റയറ്റ് വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. Distinguish between the റയറ്റ് വാരി system and the മഹൽവാരി system. ഉത്തരം, റയറ്റ് വാരി വ്യവസ്ഥ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കി അമിത നികുതി. എന്നാൽ മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവൻ നികുതി പിരിക്കും. ഓരോ ഗ്രാമത്തെയും ഓരോ യൂണിറ്റാക്കി കണക്കാക്കിയിരുന്നു. അമിത നികുതി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കി. Answer is, right wari system introduced South Indian regions. The land revenue was collected directly from the farmers. Though ownership of land was vested with the farmers, excessive tax impoverished them. Furthermore, the tax rates were frequently increased. Mahalwari system introduced northwest region. In the Mahalwari system, the village headman was assigned the responsibility to collect tax. The tax rate was excessive in this system too. The entire village was considered as a single unit for tax collection. 15-ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ള ഭൂവിവരങ്ങളെ നൽകിയിട്ടുള്ള ഇന്ത്യയുടെ രൂപരേഖയിൽ അടയാളപ്പെടുത്തി പേരെഴുതുക. നിങ്ങൾക്ക് ചോദ്യപേപ്പറിനോട് കൂടെ ഒരു ഇന്ത്യയുടെ ഭൂപടം കൂടി തരും. അതിൽ ഈ പറയുന്ന 4 സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. 1. കാവേരി നദി. 2. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. കച്ച് ഉപദ്വീപ്. കാരക്കോറം നിര. Mark and label the given geo information in the outline map of India provided. A. River Kaveri. B. Chota Nagpur Plateau. C. Kutch Peninsula. D. Karakoram Range. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതിൽ A, B, C, D എന്നിവ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 15-ാമത്തെ ചോദ്യത്തോടു കൂടെ പാർട്ട് എയിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ചോയ്സിൻ്റെ ഭാഗത്തിലേക്കാണ് കടക്കാനുള്ളത്. നമുക്ക് പാർട്ട് ബിയിലെ 16-ാമത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനയെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് എഴുതുക. അല്ലെങ്കിൽ
രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചത് എങ്ങനെയെന്ന് വിവരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. Write a short note on the state's recognition of independent India, or explain how Rajaram Mohan Roy tried to modernize Indian society. നമുക്ക് ഉത്തരം നോക്കാം. ഞാൻ ഇവിടെ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം പറയുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിന് വേണ്ടി 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച ഫസൽ അലി. നമുക്ക് ഉത്തരം നോക്കാം. ഞാനിവിടെ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവും നൽകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിന് വേണ്ടി 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ചെയർമാൻ, HN കൻസ്രു, സർദാർ, KM പണിക്കർ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. ഇതിനെ തുടർന്ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അല്ലെങ്കിൽ രണ്ടാമത്തതിൻ്റെ ഉത്തരം: ജാതി വ്യവസ്ഥ, സതി എന്ന ദുരാചാരം എന്നിവയെ എതിർത്ത് ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചു വളർത്തി സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണമെന്ന് വാദിച്ചു. ആൻസർ ഈസ്: there were demands from different parts of India for the formation of states on the basis of language. In 1920, the Nagpur session of the Indian National Congress resolved to form its state committees on the basis of languages. After independence, people agitated for the formation of states along linguistic lines. Potti Sriramalu, a freedom fighter, started satyagraha for the formation of Andhra Pradesh for Telugu speaking people after 58 days of fasting. His martyrdom and it intensified the mass agitation. Following this, in 1953, the government of India formed the state of Andhra Pradesh for Telugu speaking people. After this, the demand for linguistic states intensified. The government of India formed a commission to recognize Indian states on the basis of languages, with Fazil Ali as chairman and HN Kunzru and KM Panikkar, a Keralite, as members as per the recommendations of the commission. The parliament passed the States Recognition Act in 1963. Thus, 14 states and 6 union territories come into effect. Afterwards, new states were formed in various phases. Now, India has 28 states and 9 union territories. Or Rajaram Mohan Roy was the pioneer among the social reformers who strived for the modernization of Indian society. He opposed caste system and sati. Social evils prevailed in the Indian society and established the Brahma Samaj in Bengal. He propagated the idea of a unified Indian society in the place of a society fragmented over caste lines. This idea promoted patriotism among the people. Thus, the concept of a unified nation became one of the objectives of social reform. To improve the status of women, he advocated for the right of women to own property. 17ാമത്തെ ചോദ്യം: സ്റ്റാൻഡേർഡ് സമയം എന്നാൽ എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക. അല്ലെങ്കിൽ ചക്രവാതങ്ങൾ രൂപപ്പെടുന്നതെങ്ങനെ? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ചക്രവാതങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? What is standard time? Explain how Indian standard time is determined. Or how are cyclones? What is standard time?
Explain how Indian Standard Time is determined, or how are cyclones formed? Differentiate between the cyclones in northern and southern hemispheres. ഉത്തരം: ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖയാണ് ആ രാജ്യത്തിൻ്റെ മാനകരേഖാംശം. മാനകരേഖാംശത്തിലെ സമയമാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് സമയം. പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇവയുടെ മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി രേഖാംശരേഖയാണ് ഇന്ത്യൻ മാനകരേഖാംശം. ഇതിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കുന്നതാണ് ചക്രവാതങ്ങൾ രൂപപ്പെടാനുള്ള കാരണം. ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് അതിശക്തമായ കാറ്റ് ചുഴറ്റി വീശുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാരദിശ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാരദിശ. കാരണം കോറിയോലിസിസ് പ്രഭാവം. ആൻസർ: Each country in the world considers the longitude that passes almost through its middle as the standard meridian. The countries with large longitudinal extent estimates more than one local time by considering more than one standard meridian. The local time at the standard meridian is the standard time of that country. The longitudinal extent of India is from 68 degree to 97 degree. The 82.5 degree longitude, which passes almost through the middle of these longitudes, has been fixed as the standard meridian of India. The local time along this longitude is generally considered as the standard time of India. This is known as the Indian Standard Time. Or formation. Cyclones are caused by the formation of low atmospheric pressure at the center surrounded by high pressure regions. Northern hemisphere. Due to Coriolis effect, winds flow in the anti-clockwise direction. Southern hemisphere, clockwise direction. ഈ ചോദ്യം വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.